ഹലോ മക്കളെ, നമ്മൾ ഇന്ന് 3ാം ക്ലാസ്സിൻ്റെ മാത്സിലുള്ള 4ാമത്തെ ചാപ്റ്ററായ ലെറ്റ്സ് ജോയിൻ ടുഗദർ അഥവാ കൂട്ടുകൂടാം. ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ നോക്കുന്നത്. പേജ് 53 വരെയുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി സ്റ്റാൾ 6 മുതലുള്ള വർക്കുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ മക്കൾക്ക് മാത്സൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മക്കളുടെ ഫ്രണ്ട്സിന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. പേജ് നമ്പർ 54, 54ാമത്തെ പേജാണ്. സ്റ്റാൾ 6 വണ്ടർലാൻഡ് ഓഫ് നമ്പേഴ്സ്, സംഖ്യകളുടെ അത്ഭുത ലോകം. അപ്പോൾ എന്താണ്, ആദ്യ വരിയിലെ സംഖ്യകൾ കൂട്ടി നോക്കൂ. ഏതൊക്കെയാണ് ആദ്യ വരിയിലുള്ളത്? 8, 1, 6 അല്ലേ. പിന്നെ അതേ തുക കിട്ടുന്ന രീതിയിൽ മറ്റ് കളങ്ങൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യ വരിയിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? 8നോട് 1 കൂട്ടിയാൽ എത്രയാണ്? 9 ആണ്. 9നോട് 6 കൂട്ടിയാലോ 15 ആണ് അല്ലേ. അപ്പോൾ അടുത്തടുത്ത കള്ളികൾ നമുക്ക് നോക്കാം. 3 ഉണ്ട്, 7 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ 3ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പോൾ 10നോട് എത്ര കൂട്ടിയാലാണ് 15 കിട്ടുക? 10 + 5 ആണ് 15. അപ്പോൾ അവിടെ 5 എഴുതി കൊടുക്കുക. നെക്സ്റ്റ് എത്രയാണ്? 9ഉം തന്നിട്ടുണ്ട്, 2ഉം തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 10, 11 അല്ലേ. അപ്പോൾ 11 ആണ്. അപ്പോൾ ലാസ്റ്റുള്ള ഫസ്റ്റ് ബോക്സിൽ എത്ര വരും? 11 + 4 ആണ് അല്ലേ 15. അപ്പോൾ അവിടെ 4 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഓരോ നിരയും ഓരോ വരിയും ഇനി കോണോട് കോണും കൂട്ടി നോക്കുക. അപ്പോൾ എന്താണ് ആ ഒരു കൂട്ടിൻ്റെ പ്രത്യേകത? എങ്ങനെ കൂട്ടിയാലും തുക 15 ആണ് അല്ലേ. ഒരേ തുകയാണ് എങ്ങനെ കൂട്ടിയാലും. 8, 1, 6 എന്ന് കൂട്ടിയാലും 8, 3, 4 എന്ന് കൂട്ടുക. ഇനി അതല്ല കോണോട് കോണാക്കിയിട്ട് 8, 5, 2 എന്ന് കൂട്ടുക. എങ്ങനെ കൂട്ടിയാലും 15 ആണ് കിട്ടുന്നത്. ഇനി മാജിക് സ്ക്വയർ, മാന്ത്രിക ചതുരം. ചതുരങ്ങളിലെ സംഖ്യകൾ വരിയായും നിരയായും കോണോട് കോൺ കൂട്ടിയാലും എന്താണ്? ഒരേ തുക കിട്ടും അല്ലേ. ദ സം അലോങ് ഈച്ച് റോ, കോളം ആൻഡ് ഡയഗണൽ ആർ ഓൾ ദ സെയിം. ഓക്കെ അല്ലേ. പിന്നെ 23 മുതൽ 31 വരെയുള്ള സംഖ്യകൾ എഴുതി മാന്ത്രിക ചതുരം പൂർത്തിയാക്കാൻ. കംപ്ലീറ്റ് ദ മാജിക് സ്ക്വയർ യൂസിങ് നമ്പേഴ്സ് ഫ്രം 23 to 31. അപ്പോൾ നമുക്ക് ഓരോ കള്ളിയിലും ഏതാണ് സംഖ്യ എന്ന് മനസ്സിലാവണമെങ്കിൽ 23 മുതൽ 31 വരെയുള്ള സംഖ്യയാണ് ഉണ്ടാവുക. 23 മുതൽ 31 വരെയുള്ളത്. പക്ഷേ ഇവിടെയൊക്കെ ഏതൊക്കെ സംഖ്യകളാണ് വരിക എന്നറിയണമെങ്കിൽ താഴെ വരി മുഴുവൻ തന്നിട്ടുണ്ട് അല്ലേ. 26, 31, 24. അപ്പോൾ അത് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? ഇവിടെ ആ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഈ 3 ലൈനത്തെ ഈ 3 ബോക്സത്തും തന്നിട്ടുണ്ട്. 26, 31, 24. അപ്പോൾ അത് 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 26 + 31 പിന്നെയോ 24. അപ്പോൾ എത്ര കിട്ടും? 6ഉം 1ഉം 7. 7നോട് 4 കൂട്ടുമ്പോൾ 11. ബാക്കി 1. പിന്നെ 3യോട് 3 കൂട്ടിയ 6. പിന്നെ 2 കൂട്ടിയ 8. അപ്പോൾ 81 ആണ് സമ്മ്. ഓരോ വരിയും നിരയൊക്കെ കൂട്ടിയാൽ കിട്ടുന്ന തുക 81 ആണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ നമുക്കിനി മറ്റ് ബോക്സുകളിൽ ഏതാണ് സംഖ്യ വരിക എന്ന് കണ്ടുപിടിക്കുക. ഏതായാലും 23ൻ്റെയും 31ൻ്റെയും ഇടയ്ക്കുള്ള സംഖ്യ ആയിരിക്കും. പക്ഷെ അത് എവിടേക്കാണ് വരുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ ഈ ഒരു വരി കൂട്ടിയപ്പോൾ നമുക്ക് 81 കിട്ടി. അപ്പോൾ ഈ വരി കൂട്ടുമ്പോൾ 81 കിട്ടണ്ടേ. 26ഉം 25ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? എത്രയാണ്? 6ഉം 5ഉം 11 അല്ലേ. 11ന് 1, ബാക്കി 1. അപ്പോൾ എത്രയാണ്? 5 അല്ലേ. അപ്പോൾ 51. അപ്പോൾ ഈ 26ഉം 25ഉം കൂടെ കൂട്ടുമ്പോൾ 51 ആണ്. അപ്പോൾ ഈ ഒരു ബോക്സിലത്തെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 81 ആണല്ലോ മൊത്തം വേണ്ടത്. 81ൽ നിന്നും 51 കുറയ്ക്കാം. അപ്പോൾ ബാക്കി കിട്ടുമല്ലോ. ബാക്കി കാണാൻ എപ്പോഴും മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 1ൽ നിന്നും 1 പോകുമ്പോൾ 0, 8ൽ നിന്നും 5 പോകുമ്പോൾ 3. അപ്പോൾ എത്ര കിട്ടി? 30. അപ്പോൾ ഈ ഒരു ബോക്സിൽ എത്രയാണ് വരുന്നത്? 30 ആണ് അല്ലേ. അപ്പോൾ എന്തായി? മുകളിലത്തെ ഫസ്റ്റ് 2 ബോക്സിലത്തെ സംഖ്യയും കിട്ടി. 30യും ആയി, 23 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 3ാമത്തെ ബോക്സിൽ കണ്ടുപിടിക്കാൻ. 30 + 23
അപ്പോൾ എത്രയാണ് 0യും 3യും കൂട്ടുമ്പോൾ 3 ആണ് അല്ലേ. പിന്നെ 3യും 2യും കൂട്ടുമ്പോൾ 5. അപ്പോൾ 53 ആണ് ആയിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ഈ ഒരു ബോക്സത്തെ കണ്ടുപിടിക്കാൻ 81ൽ നിന്നും 53 മൈനസ് ചെയ്യാം. അപ്പോൾ 1ൽ നിന്ന് 3 പോവോ, കുറയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഒന്നിങ്ങനെ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ എത്രയായി? 11 ആയി. 1ൻ്റെ അപ്പുറത്തൊരു 1 ഇട്ട് കൊടുത്തു, 11 ആയി. അപ്പോൾ ഇവിടെ എത്രയായി? 7 ആയി അല്ലേ. അപ്പം 11ൽ നിന്നും 3 പോയാൽ എത്രയാണ്? 11, 10, 9. അപ്പോൾ ബാക്കി എത്രയാണ്? 8 ആണ് അല്ലേ. പിന്നെ 7ൽ നിന്നും 5 പോയാലോ എത്രയാ വരുന്നത്? 2 ആണ്. അപ്പം 28. അപ്പം നമുക്ക് ഈ ഒരു മൂന്നാമത്തെ ബോക്സിലുള്ളത് കിട്ടിയല്ലോ. 28 ആണല്ലേ വരുന്നത്. ഇനി അടുത്തത് ഇവിടെ 2 ബോക്സ് തന്നിട്ടില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു വരി നോക്കുമ്പോൾ ഈ 2 ബോക്സ് കണ്ടുപിടിക്കാൻ പറ്റൂലല്ലോ, ഏത് സംഖ്യയാണ് ഇപ്പുറം വേണ്ടത് എന്നുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ കുത്തനെ എടുക്കുക. കുത്തനെ എടുക്കുമ്പം 23യും 31ഉം കൂട്ടുക. അപ്പം നമുക്ക് ഈ മൂന്നാമത്തത് കിട്ടുമല്ലോ. അപ്പം 23യും 31ഉം എത്രയാണ്? 23 + 31. 3യും 1ഉം 4, 2ഉം 3യും 5. അപ്പം 54 ആണ്. അപ്പോൾ 81ൽ നിന്നും 54 മൈനസ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ 11, 7. അപ്പോൾ 11ൽ നിന്നും 4 കുറയ്ക്കുമ്പോൾ എത്രയായി? 7 ആയില്ലേ. 7ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 2. അപ്പോൾ ഇവിടെ 27 ആണ്. ഇനി നമുക്ക് 23 മുതൽ 31 ഉള്ളിൽ ഏതാ ഇല്ലാത്തത് നോക്കാം. 23, 24, 25, 26, 27, 28, 29 ആണല്ലോ ഇല്ലാത്തത്. അത് നമുക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് 28ഉം 24ഉം കൂടെ ആഡ് ചെയ്യാം. 29 ആണ് ആൻസർ വരിക. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നാലും മക്കൾക്ക് മനസ്സിലാവാൻ ഒന്നും കൂടെ ചെയ്യാണ്. 8ഉം 4ഉം 12, ബാക്കി 1. ആ 1 ഇതിനോട് കൂട്ടുക. 3, 3ഉം 2ഉം 5, 52. അപ്പോൾ 81ൽ നിന്നും 52 മൈനസ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ 11, 7. 11ൽ നിന്നും 2 പോകുമ്പോൾ 9, 7ൽ നിന്നും 5 പോകുമ്പോൾ 2. അപ്പോൾ 29. അപ്പോൾ ഈ ഒരു ബോക്സ് ഫുള്ളായല്ലോ. അപ്പോൾ ഇങ്ങനെ കൂട്ടിയാലും ഒക്കെ എത്രയാണ് കിട്ടുക? 81 ആണ് കിട്ടുക. ഇനി ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടുകയാണെങ്കിലോ, കോണോട് കോണ് കൂട്ടുകയാണെങ്കിൽ 30, പിന്നെ ഇതിലുള്ള 20 എടുക്കുകയാണെങ്കിൽ 50, ഇതിലുള്ള 20 എടുക്കുകയാണെങ്കിൽ 70, പിന്നെ 11 അല്ലേ വൺസ്. അപ്പോൾ 81. അങ്ങനെ കോണോട് കോണ് കൂട്ടുകയാണെങ്കിലൊക്കെ എത്രയാണ് നമുക്ക് ആൻസർ വരുന്നത്? 81. അടുത്തത് വിച്ച് ഡു യു ഫൈൻഡ് ഈസിയർ? ഇതിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് തോന്നിയത്? 2 രീതിയിൽ പ്ലസ് ചെയ്യണത് തന്നിട്ടുണ്ട്. ഏതാണ് എളുപ്പം എന്ന് നോക്കിക്കേ. എന്താന്ന് വെച്ചാൽ 3 സംഖ്യകൾ കൂട്ടുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ആദ്യത്തെ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഇതിൽ ചെയ്ത പോലെ 6ഉം പിന്നെ 1ഉം എത്രയാ? 7 ആണ്. 2ഉം 3ഉം എത്രയാണ്? 5 ആണ് അല്ലേ. ഇനി ഈ 7നോട് 4 കൂട്ടുക. അപ്പോൾ 11 ആണ്. പിന്നെ 11ൽ നിന്ന് 1 ബാലൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൂട്ടുക 6. പിന്നെ 2 കൂട്ടുമ്പോൾ 8. ഇങ്ങനെ സ്റ്റെപ്പാക്കിയിട്ട് ചെയ്യുന്നതാണോ മക്കൾക്ക് എളുപ്പം? അത് 3ഉം കൂടെ 1 ആക്കി വെച്ചിട്ട് 6ഉം 1ഉം 7, 7നോട് 4 കൂട്ടുമ്പോൾ 11, ബാക്കി 1. പിന്നെ 1ഉം 2ഉം 3, 3ഉം 3ഉം 6, 6ഉം 2ഉം 8, 81. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണോ എളുപ്പം, ഇങ്ങനെ ചെയ്യുന്നതാണോ എളുപ്പം എന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെൽ യുവർ ഫ്രണ്ട് വിച്ച് ഈസ് ദ ലാർജർ സം ഓഫ് ഈച്ച് പെയർ. അതായത് ഓരോ ജോഡിയിലെയും വലിയ തുക ഏതെന്ന് ചങ്ങാതിയോട് പറയുമെന്ന്. അപ്പോൾ 2 ജോഡി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 2ഉം കൂടെ പ്ലസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഫസ്റ്റത്തെ ജോഡി ചെയ്ത് നോക്കാം, എന്നിട്ട് രണ്ടാമത്തെ ജോഡി ചെയ്യാം. ഒന്നാമത്തെ ജോഡിയിൽ 56 + 75. അപ്പോൾ 6ഉം 5ഉം 11. പിന്നെ ബാക്കി 1, 6ഉം 7ഉം 13, 131 ഒന്നാമത്തത് കേട്ടോ. പിന്നെ രണ്ടാമത്തതോ 65 + 57. അപ്പോൾ പിന്നെ 7ഉം 5ഉം 7ഉം 5ഉം എത്രയാണ്? 12. ബാക്കി 1. പിന്നെ 7ഉം 5ഉം വീണ്ടും എത്രയാണ്? 12 ആണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തതിൽ ഏതാണ് വലുത് എന്ന് ചങ്ങാതിയോട് പറയാനല്ലേ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ഇതാണ് അല്ലേ, ഒന്നാമത്തതാണ് വലുത്. ഇനി രണ്ടാമത്തേൽ 64 + 58 ഉണ്ട്.
ഇപ്പോൾ 8ഉം 4ഉം 12, 12 ആണ്. ബാക്കി 1. പിന്നെ 7, 7ഉം 5ഉം 12, അപ്പോൾ 122. അടുത്തതോ 46 + 85, 6ഉം 5ഉം 11. പിന്നെ ബാക്കി 1, 5. ഇപ്പോൾ എത്രയാണ്? 13. അപ്പോൾ ഇവിടെ സെയിം ആൻസേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള ക്രിയകളിലൂടെ. അപ്പം ഇതിലേതാണ് വലുത്? രണ്ടാമത്തതാണ് അല്ലേ. അടുത്തത് പേജ് 55, വാട്ടർ സപ്ലൈ, തണ്ണീർ പന്തൽ അല്ലേ. See the amount of drinking water supplied during the 4 days of math first. ഗണിതോത്സവത്തിന് 4 ദിവസങ്ങളിലായി വിതരണം ചെയ്ത കുടിവെള്ളത്തിൻ്റെ അളവ് നോക്കൂ. ഒന്നാമത്തെ ദിവസം എത്രയാണ്? 437 അല്ലേ, 437. രണ്ടാമത്തെ ദിവസം 524, 524. മൂന്നാമത്തെ ദിവസം 581, 581. നാലാമത്തെ ദിവസം 448, 448. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ സപ്ലൈഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 2 days ഈസ് ഡാഷ് ലിറ്റേഴ്സ്. അതായത് 1-2 ദിവസങ്ങളിൽ ആകെ കൊടുത്ത വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസത്തെ വെള്ളത്തിൻ്റെ അളവ് നോക്കാൻ എന്ത് ചെയ്യും? അത് രണ്ടും കൂടെ കൂട്ടുക. അപ്പോൾ എത്രയാണ് കൂട്ടേണ്ടത്? 437ഉം 524. അപ്പോൾ അത് തമ്മിലൊന്ന് കൂട്ടി നോക്കാം. 437, 524. 7ഉം 4ഉം എത്രയാണ്? 11 ആണ്. ബാക്കി 1 ഇവിടെ ഇടുക. 3ഉം 1ഉം 4. 4നോട് 2 കൂട്ടി എത്രയാണ്? 6 ആണ് അല്ലേ. പിന്നെ 4ഉം 5ഉം 9 ആണ്. അപ്പോൾ എത്രയാണ് കിട്ടിയത്? ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം 961, 961 ആണ്. അപ്പോൾ അവിടെ ഫസ്റ്റത്തെ ബോക്സിൽ 961 എന്നെഴുതി കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ സപ്ലൈഡ് ഡ്യൂറിങ് ദ ലാസ്റ്റ് 2 days ഈസ് അല്ലേ, 3-4 ദിവസങ്ങളിലായി കൊടുത്ത വെള്ളത്തിൻ്റെ അളവാണ് ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് 2 ദിവസത്തത് എത്രയാണ്? 581ഉം 448 ആണ് അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഉത്തരം എഴുതുക. അപ്പം 581, 581, 448. 1ഉം 8ഉം എത്രയാ? 9 ആണ് അല്ലേ. 8ഉം 4ഉം 12 ആണ്. അപ്പോൾ നമ്മളിതങ്ങനെ 12 എന്ന് എഴുതുമ്പോൾ ഈ 1 ഇല്ലേ, അത് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ 2 ആണ് ഇവിടെയുള്ള, ഈ 2 ആണ് താഴെ എഴുതേണ്ടത്. അറിയാത്ത മക്കളുണ്ടെങ്കിൽ പറഞ്ഞു തരികയാണേ. അപ്പോൾ എന്നിട്ടോ ഈ ബാക്കി വന്ന ഈ 1ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 6, 6ഉം 4ഉം കൂട്ടുമ്പോൾ എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പോൾ 1029, 1029 ആണ് ആൻസർ കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ മച്ച് വാട്ടർ വാസ് സപ്ലൈഡ് ഫോർ ഓൾ ദ 4 days. മൊത്തം 4 ദിവസവും കൂടെ എത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചു എന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 437 + 524 + 581 + 448, അങ്ങനെ 4 എണ്ണം കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയല്ലേ മൊത്തം. അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ 2 എണ്ണം വെച്ച് കൂട്ടിയിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലേ. 2 ദിവസത്തെ വെച്ചിട്ട് എത്രയൊക്കെയാണ്? 961ഉം 1029. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ 4 ദിവസത്തത് കിട്ടാൻ. അപ്പോൾ അത് ചെയ്ത് നോക്കാം. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? അധികമുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ, അത് 1029 ഇതല്ലേ വലുത്, ഇത് ഫസ്റ്റ് എഴുതി കൊടുക്കുക. എന്നിട്ട് 961 അല്ലേ നെക്സ്റ്റ് എഴുതേണ്ടത്, അതിനോട് കൂട്ടേണ്ടത്. അപ്പം നമ്മൾ ഒരു എളുപ്പത്തിനുണ്ട്, ഇനി കുറയ്ക്കുകയാണെങ്കിലൊക്കെ ഫസ്റ്റ് വലിയ സംഖ്യ മുകളിൽ എഴുതി കൊടുക്കുന്നതാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ 961 അറിയുമ്പോൾ ഈ 1 ഇവിടെ ഇടുക. പിന്നെയോ 2ൻ്റെ താഴെ 6 ഇടുക, 0ൻ്റെ താഴെ 9 ഇടുക. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കേട്ടോ ഇടേണ്ടത്. എന്നാലേ ഉള്ളൂ കണക്ക് ശരിയാവുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ പരീക്ഷക്കോ ക്ലാസ്സിൽ നിന്നോ ഒക്കെ പെട്ടെന്ന് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവരും 961 അങ്ങനെ എഴുതിയാൽ ഉത്തരം മൊത്തം തെറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എഴുതട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് എഴുതേണ്ടത്. അപ്പം 9ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പം 10ൻ്റെ 1സിൻ്റെത് ഇവിടെ എഴുതുക. 10സിൻ്റെ ഭാഗത്തുള്ളത് ബാക്കി 1 അല്ലേ, അത് ഇവിടെ. അപ്പോൾ 1ഉം 2ഉം 3, 3ഉം 6ഉം 9 അല്ലേ. പിന്നെ 9ഉം 0, 9, പിന്നെ 1. അപ്പോൾ 1990 ആണ് അല്ലേ. 1990 ആണ് ആൻസർ കിട്ടുന്നത്.
നമുക്ക് എങ്ങനെ എഴുതാം? 1029 പ്ലസ് 961 ഈക്വൽ ടു 1990. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 281 kids from Kadirani school and 348 kids from Arani school visited the math ഫസ്റ്റ്. ഹൗ മെനി ഇൻ ഓൾ? അതായത് എന്താണ്? കതിരണി സ്കൂളിൽ നിന്നും ഗണിതോത്സവ പ്രദർശനം കാണാൻ എത്ര കുട്ടികൾ വന്നു? 281 കുട്ടികൾ. അതേ സ്ഥാനത്ത് അരണി സ്കൂളിൽ നിന്നും വന്നത് 348 കുട്ടികളാണ്. അപ്പോൾ ആകെ എത്ര പേരാണ് പ്രദർശനം കാണാൻ എത്തിയത്? അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുക. ആകെ എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും മൊത്തം കേട്ടോ, രണ്ടും കൂടെ കൂട്ടുക. 281 പ്ലസ് 348 ആണ് കൂട്ടുമ്പോൾ കിട്ടുന്നത്. 1ഉം 8ഉം 9, പിന്നെ 8ഉം 4ഉം 12, ബാക്കി 1, പിന്നെ 2 പ്ലസ് 1 3, 3ഉം 3ഉം എത്രയാണ്? 629. അപ്പോൾ അതാണ് കേട്ടോ ആൻസർ. അടുത്തത് സ്റ്റാൾ 7 ആണ് കേട്ടോ. പാറ്റേണുകളുടെ ലോകം, വേൾഡ് ഓഫ് പാറ്റേൺസ്. അപ്പോൾ അവിടെ ദാ കംപ്ലീറ്റ് ദ പാറ്റേൺസ് ഉണ്ട്, പാറ്റേണുകൾ പൂർത്തിയാക്കാൻ. അപ്പോൾ ഇത് ഞാനൊന്ന് ടെക്സ്റ്റിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്ത് നോക്കിക്കേ. 111 പ്ലസ് 111 ഈക്വൽ ടു 222. പിന്നെ 2 ആണ് ചെയ്തിട്ടുള്ളത്, 3 2 അല്ലേ. 222 കൂട്ടുമ്പോൾ 444, 333 333. അപ്പോൾ എത്രയാണ്? 666. പിന്നെ 444 ചെയ്യുമ്പോൾ 888, 555 ആകുമ്പോൾ 1110, പിന്നെ 600 ആകുമ്പോൾ 1000, പിന്നെ 332, പിന്നെ 777 ആകുമ്പോൾ 1554, പിന്നെ 888 ആകുമ്പോൾ എത്രയാണ്? 1776, പിന്നെ 999 പ്ലസ് 999 ആകുമ്പോൾ 1998. ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ പൂർത്തിയാക്കുക. അടുത്തത് ഏതാണ്? ഇത് 100 പ്ലസ് 10 പ്ലസ് 1 എത്രയാണ്? 111. 200 പ്ലസ് 20 പ്ലസ് 2 അപ്പോൾ എത്രയാണ്? 222. ഇനി ഇവിടെ എത്രയാണ് എഴുതുക? 300 പ്ലസ് 30 പ്ലസ് 3 അപ്പോൾ എത്ര വരും? 333. പിന്നെ 400 പ്ലസ് 40 പ്ലസ് 4 അപ്പോൾ 444. പിന്നെ 500 പ്ലസ് 50 പ്ലസ് 5 അപ്പോൾ എത്രയാണ്? 555. 600 പ്ലസ് 60 പ്ലസ് 6 അപ്പോൾ 666. 700 പ്ലസ് 70 പ്ലസ് 7 777. 800 പ്ലസ് 80 പ്ലസ് 8 888. 900 പ്ലസ് 90 പ്ലസ് 9 999. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ പൂർത്തിയാക്കുക. അടുത്തത് നമ്മൾ തയ്യാറാക്കേണ്ട പാറ്റേൺ ആണ്. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള പോലെ തയ്യാറാക്കാം. ഞാനിവിടെ 1-2 മോഡൽ കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കാം. അപ്പം വേണമെങ്കിൽ 100 പ്ലസ് 11 ഈക്വൽ ടു അല്ലേ 111. പിന്നെ 100 പ്ലസ് 22 ഈക്വൽ ടു 122. പിന്നെ 100 പ്ലസ് 33. ഇവിടെ ഇങ്ങനെ 11 22 33 അങ്ങനെ പോവുക. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ മാറുക. ഇങ്ങനെ ഒരു പാറ്റേൺ വേണമെങ്കിൽ എഴുതാം. കണ്ടോ? ഇങ്ങനെ 10 10 കൂട്ടി കൂട്ടി അങ്ങനെ വേണമെങ്കിൽ പോകാം. 10 അല്ല 11 കൂട്ടി കൂട്ടിയിട്ട് പിന്നെ 66 ഈക്വൽ ടു ഈ ഒരു പാറ്റേൺ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. പിന്നെ ഒന്നുള്ളത് എന്താ വെച്ചാൽ 100 പ്ലസ് 11 ഈക്വൽ ടു 111. പിന്നെ 100 പ്ലസ് 200 പ്ലസ് 22 ഈക്വൽ ടു 222. 300 പ്ലസ് 33 ഈക്വൽ ടു 333. അങ്ങനെ ഈ ഒരു പാറ്റേൺ എഴുതാം കേട്ടോ. സെയിം നമ്പർ കിട്ടണമെങ്കിൽ ഈ ഒരു പാറ്റേൺ എഴുതാം. 400 പ്ലസ് 44 ഈക്വൽ ടു 444. 500 പ്ലസ് 54 ഈക്വൽ ടു 555. ഇങ്ങനെ ഈ ഒരു പാറ്റേൺ വേണമെങ്കിലും മക്കൾക്ക് എഴുതാം.
അടുത്തത് ഗോ ഗ്രീൻ, അതായത് പച്ചത്തുരുത്ത്. ഗണിത പ്രദർശനം കാണാനെത്തുന്ന എല്ലാവർക്കും ഫലവൃക്ഷത്തൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ തൈകളാണ്? നെല്ലി, മാവ്, പ്ലാവ്, പേര. ഒന്നാം ദിവസം കൊടുത്തത് നെല്ലി 238, രണ്ടാം ദിവസം കൊടുത്തത് 241. അത് ആകെ എത്രയാണ്? ഒന്നാം ദിവസം രണ്ടാം ദിവസവും കൂടെ കൊടുത്തത് എത്രയാണെന്ന് അവിടെ ആഡ് ചെയ്തിട്ട് എഴുതണം. പിന്നെ മാവ് 138, രണ്ടാം ദിവസം 152. മൂന്നാമത്തെ ദിവസം പ്ലാവ് ഒന്നാമത്തെ ദിവസം 236, രണ്ടാമത്തെ ദിവസം 166. പേര 175, 246. അപ്പോൾ ഓരോന്നും ഒന്നാം ദിവസവും രണ്ടാം ദിവസവും തമ്മിൽ കൂട്ടുക. അപ്പോൾ ആദ്യം ഏത് കൂട്ടാം? 238 പ്ലസ് 241 എത്രയാണ്? 479 അല്ലേ? പിന്നെ രണ്ടാമത്തത് 138 പ്ലസ് 152, അപ്പോൾ 290. പിന്നെ പ്ലാവോ 236 പ്ലസ് 166, 402. പിന്നെ പേര 175 പ്ലസ് എത്രയാണ്? 246, അപ്പോൾ 421. വിച്ച് പ്ലാന്റ് വാസ് ഗിവൺ ദ മോസ്റ്റ്? ഏറ്റവും കൂടുതൽ കൊടുത്തത് ഏത് തൈയാണ്? ഇതിലേറ്റവും കൂടുതൽ ഏതാണ്? നെല്ലിയാണ് അല്ലേ? ആകെ എത്ര മാവിൻ തൈയാണ് കൊടുത്തത്? 290. ഇനി ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. ഒന്നാം ദിവസം എത്ര നെല്ലിത്തൈയാണ് കൊടുത്തത്? ആകെ എത്ര പേരത്തൈയാണ് കൊടുത്തത്? അതുപോലെ മക്കൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. ഇംഗ്ലീഷിലാണെങ്കിൽ ഹൗ മെനി ഗോസ്ബെറി സാപ്ലിങ്സ് വർ ഗിവൺ? വിച്ച് പ്ലാന്റ് വാസ് ഗിവൺ ദ ലീസ്റ്റ്? ഹൗ മെനി ഗുവ ഗേവ് ദ ഫസ്റ്റ് ഡേ? അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക കേട്ടോ. ലാസ്റ്റ് ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ് അല്ലേ? അപ്പോൾ ഒന്നാമത്തത് എന്താണ്? സി ദ നമ്പർ ഓഫ് മഞ്ചാടി സീഡ്സ് ദ കിഡ്സ് ഇൻ ബിബീസ് സ്കൂൾ കളക്റ്റഡ് ഫോർ ദ മാത്സ് ഫെസ്റ്റ്. ഗണിതോത്സവ സ്റ്റാളിലേക്ക് ബിബിയുടെ സ്കൂളിലെ കുട്ടികൾ ശേഖരിച്ച മഞ്ചാടികളുടെ എണ്ണം നോക്കൂ. ക്ലാസ് 1 എ ബി അല്ലേ? ഡിവിഷൻ എ ബി ഉണ്ട്. എയിൽ 275, ബിയിൽ 325 അല്ലേ? 275, 325. പിന്നെ ക്ലാസ് 2 ഡിവിഷൻ എ 300 ആണ്. ഡിവിഷൻ ബി 225, 225 ആണ്. ക്ലാസ് 3 ഡിവിഷൻ എ 375 അല്ലേ? 375. ഡിവിഷൻ ബി 215. ക്ലാസ് 4 ഡിവിഷൻ എ 245, ബിയിൽ 350. അപ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്നും ശേഖരിച്ച ആകെ മഞ്ചാടികൾ എത്രയാണ്? ഓരോ ക്ലാസ്സിൽ നിന്നപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെ എൻ്റെതും ബീൻ്റെതും, എ ക്ലാസ്സിൻ്റെതും ബി ക്ലാസ്സിൻ്റെതും കൂടെ കൂട്ടുക. അപ്പോൾ ക്ലാസ് 1 ഏതൊക്കെയാണ്? 275 പ്ലസ് 325 എത്രയാ വരിക? അപ്പോൾ അതാ എഴുതിയ പോലെ തന്നെ അങ്ങ് കൂട്ടിയാൽ മതി. 5 5 10, 10ന് 0 ബാക്കി 1, 8 8 2 10, 10ന് 0 ബാക്കി 1, അപ്പോൾ 6, അപ്പോൾ 600 ആണ് അല്ലേ? ഇനി രണ്ടാം ക്ലാസ്സിൻ്റെത് അല്ലേ? എ ഡിവിഷനും ബിയും എയും കൂടെ എത്രയാണ്? 300ഉം 225. അപ്പോൾ എത്രയാണ്? 525 ആണ് അല്ലേ? 525. ഈ ക്ലാസ് 3 അല്ലേ? 375ഉം 215, 5 5 10 ബാക്കി 1, അപ്പോൾ ഫസ്റ്റ് 0 ആണ് താഴെ. പിന്നെ 8 9, അപ്പോൾ 90 ആയി. അപ്പോൾ 3ഉം 2ഉം 5, അപ്പോൾ 590 ആയി അല്ലേ? 590. മക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ. നാലാം ക്ലാസ്സിൻ്റെത് അല്ലേ? 200ഉം 300ഉം 500, പിന്നെ 45ഉം 50ഉം 95, അപ്പോൾ 595. അപ്പോൾ അതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ക്ലാസ് കളക്റ്റഡ് ദ മോസ്റ്റ് നമ്പർ? ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് ഏത് ക്ലാസ് ആണ്? 600 ആണ് അല്ലേ? ക്ലാസ് 1. ഇനി മഞ്ചാടികളുടെ എണ്ണം ആരോഹണ ക്രമത്തിൽ എഴുതൂ. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ ഈ കിട്ടിയ എണ്ണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെറുതിൽ നിന്നും വലുതിലേക്ക്. അപ്പോൾ ആദ്യം ഏറ്റവും ചെറുത് ഏതാണ്? 525, പിന്നെ 590, 595, പിന്നെ 600 അല്ലേ? ഇനി ക്വസ്റ്റ്യൻ ഡി. വിച്ച് 2 ക്ലാസ്സസ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 1120? 1120 കിട്ടാൻ ഏത് 2 ക്ലാസ്സിലെ മഞ്ചാടികളുടെ എണ്ണം കൂട്ടണം? ക്ലാസ് 1ഓ 2ഓ 3ഓ 4 അങ്ങനെ ഏതെങ്കിലും 2 ക്ലാസ്സിലെ മഞ്ചാടികളുടെ എണ്ണം കൂട്ടുമ്പോൾ 1120 കിട്ടും. അപ്പോൾ ഏതാണ്? 1120 ആണ് അല്ലേ? അപ്പോൾ ഏതാണ്? 525, 595 ആഡ് ചെയ്താലോ?
ഒന്നെങ്കിൽ രണ്ടും 0 ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും തുഞ്ചം 5 ഉള്ളതായിരിക്കും അല്ലേ. അങ്ങനെയല്ലേ വരുള്ളൂ. 1120 അതിനെക്കൊണ്ട് ഫസ്റ്റ് 0 കിട്ടണ്ടേ കൂട്ടുമ്പോൾ. ആദ്യം നമുക്ക് 525ഉം 595ഉം ആഡ് ചെയ്ത് നോക്കാം. അപ്പം അത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 1120 ആണല്ലേ കിട്ടുന്നത്. അപ്പം 525 പ്ലസ് 595 ആണ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ഇ ആണ് അല്ലേ. 2 ക്ലാസ്സിലെയും കൂടി മഞ്ചാടികളുടെ എണ്ണത്തോട് 5 കൂട്ടിയാൽ 1200 കിട്ടും. അപ്പോൾ ഏതൊക്കെയാണ് ആ ക്ലാസ്സുകൾ? ശരിയായ ഉത്തരം ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നേരത്തെ നമ്മൾ ഏതൊക്കെ ക്ലാസ്സാണ് കൂട്ടിയത്? 1120 കിട്ടാൻ ആഡ് ചെയ്തത് ക്ലാസ് 2ഉം ക്ലാസ് 4ഉം ആണ് അല്ലേ. ഈ ഓപ്ഷൻ എ തന്നിട്ടുള്ളതാണ് ക്ലാസ് 1ഉം ക്ലാസ് 2ഉം. അപ്പോൾ ക്ലാസ് 1 600 ആണ്, ക്ലാസ് 2 എത്രയാണ്? 525 ആണ്. അപ്പോൾ അത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1125 ആണ്. അപ്പോൾ അതല്ല. പിന്നെ ബി, ഓപ്ഷൻ ബി ഏതാ തന്നിട്ടുള്ളത്? ക്ലാസ് 2 ആൻഡ് ക്ലാസ് 3. അപ്പോൾ 525ഉം 590 ആണ്. അപ്പം ഞാൻ കൂട്ടുമ്പോൾ ഏതാ കിട്ടുക? 1115 ആണ്. അപ്പോൾ അതും അല്ല അല്ലേ. ഇനി ഓപ്ഷൻ സി ക്ലാസ് 1 ആൻഡ് ക്ലാസ് 4. ക്ലാസ് 1 600 ആണ്, പിന്നെ ക്ലാസ് 4 500 പിന്നെ 95 ആണ്. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 1195. അപ്പോൾ അതിലേക്കൊരു 5ഉം കൂടെ കൂട്ടിയാൽ 1200 ആയില്ലേ. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലേ. ക്വസ്റ്റ്യൻ എഫ്. ഹൗ മെനി മോർ ഡസ് ഈച്ച് ക്ലാസ് നീഡ് ടു മേക്ക് 1000? ഓരോ ക്ലാസ്സിൽ നിന്നും ശേഖരിച്ച മഞ്ചാടികളുടെ എണ്ണം 1000 ആകണമെങ്കിൽ ഇനി എത്ര കൂടി വേണ്ടി വരും? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസ് 1, 2, 3, 4 ഓരോന്നിലും ശേഖരിച്ച മഞ്ചാടികളുടെ എണ്ണം എഴുതുക. അതിനുശേഷം 1000-ൽ നിന്നും ആ മഞ്ചാടികളുടെ എണ്ണം കുറയ്ക്കുക. അപ്പോൾ ക്ലാസ് 1 ശേഖരിച്ചത് 600 ആണ്. അതിലേക്ക് 1000 ആവാൻ എത്ര വേണം? 700, 800, 900, 1000, 400 വേണം അല്ലേ. പിന്നെ 525 ആണ് ക്ലാസ് 2. അപ്പോൾ എത്രയാണ്? 500-ൽ നിന്നൊരു 25 പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 475ഉം കൂടെ വേണം. പിന്നെ 500 ആണ് കേട്ടോ 1000. പിന്നെ 500 പ്ലസ് 500, പിന്നെ 590 ആണ് 3-ാം ക്ലാസ്സിൻ്റെ. അപ്പോൾ എത്രയാണ്? 600 ആവണമെങ്കിൽ ഒരു 10 വേണം. ബാക്കി എത്രയാണ്? 700, 800, 900, 1000. അപ്പോൾ 410. അങ്ങനെ പിന്നെ 595 ആണ്. അപ്പോൾ അത് 600 ആണ്. എത്ര വേണം? 5 വേണം. ആ 5 അവിടെ വെക്കുക, പിന്നെ ഒരു 400ഉം കൂടെ. അപ്പോൾ 405 ആണ്. അടുത്തത് ക്യാൻ യു കണ്ടിന്യൂ ദ പാറ്റേൺസ്? പാറ്റേൺ തുടരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 140, 260, 380. അപ്പം 260ഉം 140ഉം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് നോക്കുക. 260-ൽ നിന്നും 140 കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 120. ഇനി എന്ത് ചെയ്യുക? 120 അടുത്ത സംഖ്യയോട് കൂട്ടേണ്ടത്. 260നോട് 120 കൂട്ടിയപ്പം എത്രയായി? 380 വീണ്ടും 120 കൂട്ടുമ്പോൾ 400 വീണ്ടും 120 കൂട്ടുമ്പോൾ 520 പിന്നെയോ വീണ്ടും ഒരു 120 കൂട്ടുകയാണെങ്കിൽ 640 ഓക്കെ അല്ലേ. ഇനി സെക്കൻഡ് ബി 25 പിന്നെ 225. അപ്പോൾ 200 കൂട്ടി അല്ലേ. ഇനി ഒരു 200 കൂടെ കൂട്ടുമ്പോൾ 425. പിന്നെ ഒരു 200 കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 625, 825, 1025 ഓക്കെ അല്ലേ. അടുത്തത് 600, 610 അല്ലേ. ഒരു 10 ആണ് ഇവിടെ കൂട്ടിയിട്ടുള്ളത്. പിന്നെ എത്ര കൂട്ടി? പിന്നെ 20 കൂട്ടിയിട്ട് 30 ആയി. അപ്പോൾ നമ്മൾ ഈ വ്യത്യാസം ശ്രദ്ധിക്കണം. ഫസ്റ്റ് 600നോട് എത്രയായത്? 610 ആണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 10 ആണ് കൂട്ടിയത്. ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇന്ന് എത്രയാണ്? 610നോട് 30 ആവണേ എത്ര കൂട്ടണം? 20 കൂട്ടണം. അപ്പോൾ 10 കൂട്ടി 20 കൂട്ടി. പിന്നെ 30 60 ആവണമെങ്കിൽ എത്ര കൂട്ടണം? 30 കൂട്ടി. അപ്പോൾ എന്താ ഇതിലുള്ള ഒരു പ്രത്യേകത? 10, 20, 30 അങ്ങനെയാണ് കൂട്ടിപ്പോകുന്നത്. അപ്പോൾ അടുത്തത് എത്ര കൂട്ടണം? 40 കൂട്ടണം. അപ്പോൾ 660നോട് 40 കൂട്ടിയാൽ
700 700. ഇനി എത്ര കൂട്ടണം? 50 50 കൂട്ടണം. അപ്പം 750. മനസ്സിലായോ? ഇനി ഡി ആണ് 200 200 പിന്നെ 310. അപ്പോൾ എത്രയാണ് കൂട്ടിയിട്ടുള്ളത്? 100 കൂട്ടുമ്പോൾ 300 പിന്നെ 10. അപ്പോൾ 110 ആണ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനോട് എത്ര കൂട്ടി നോക്കല്ലേ? 310നോട് 430 ആവണമെങ്കിൽ എത്ര കൂട്ടി? എത്രയാണ്? 120 കൂട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇനി അങ്ങനെ നോക്കുന്നില്ലെങ്കിൽ ഇത് 200 ആണ്. ഇവിടെ 100 കൂട്ടി 300 പിന്നെ ഒരു 10 കൂട്ടിയപ്പോൾ എത്രയായി? 110 കൂട്ടി അല്ലേ? 10 കൂട്ടിയപ്പോൾ 310. ഇനി ഒരു 100 കൂട്ടി പിന്നെ കൂട്ടിയത് 10 ആണോ? അല്ലല്ലേ, 20 ആണ് അല്ലേ? നമ്മൾ ഈ രണ്ട് സംഖ്യൻ്റെ നോക്കിയാൽ മതി. ഇത് 100 വെച്ച് കൂട്ടുക, ഈ 10ന് 20 കൂട്ടിയപ്പോൾ 30 ആയി. ഇനി അടുത്തത് 100 കൂട്ടുക ആദ്യം. അപ്പോൾ 5 അല്ലേ? 500 ആയി. ഇനി നമ്മൾ എത്ര കൂട്ടണം? ഇവിടെ 10 കൂട്ടി 20 കൂട്ടി ഇനി 30 കൂട്ടുമ്പോൾ എത്രയാണ്? 30നോട് 30 കൂട്ടുമ്പോൾ 560 ആയി അല്ലേ? ഇനി അപ്പോൾ എത്രയാണ് നമ്മൾ കൂട്ടേണ്ടത്? ഇവിടെ 30 കൂട്ടി ഇനി നമ്മൾ എത്ര കൂട്ടണം? 40. അപ്പോൾ 40 കൂട്ടുമ്പോൾ എത്രയായി? 600 ആയി. അല്ല 600 അല്ല, ഫസ്റ്റ് 100 കൂട്ടണം അല്ലേ? 40ഉം 100ഉം കൂട്ടണം. അപ്പോൾ 500നോട് 100 കൂട്ടുമ്പോൾ 6 പിന്നെ എത്രയാണ്? 140 ആണ്. അപ്പോൾ 700 ആവും. 40 കൂട്ടുമ്പോൾ 600 പിന്നെ ഒരു 100 കൂട്ടുമ്പോൾ 700 ആവും കേട്ടോ. പിന്നെ 700നോട് എത്ര കൂട്ടണം? 50ഉം കൂട്ടണം 100ഉം കൂട്ടണം. അപ്പം 850. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓരോന്ന് അങ്ങനെ 3-4 എണ്ണം തരുമ്പം ഓരോന്നിൻ്റെ ഡിഫറൻസ് എത്രയാ വരുന്ന ചെറിയൊരു സംഖ്യ കൂടിക്കൂടി വരും. ആ ഒരു സംഖ്യ തന്നെ കൂട്ടി കൊണ്ടുപോകണം അപ്പുറത്തേക്ക്. അടുത്തത് നോക്കിക്കേ, 0 തന്നിട്ടുണ്ട്. പിന്നെ 115 തന്നിട്ടുള്ളത്. പിന്നെ എത്രയാണെന്ന് നോക്കിക്കേ, 100ൻ്റെ ഇരട്ടി 200, 15ൻ്റെ ഇരട്ടി 30. അപ്പോൾ 230. ഇനി അതിനോട് എത്രയാണ് കൂട്ടി? ഇതും കൂടെ അതുപോലെ തന്നെയാണ്, ഈ ഒരു സംഖ്യ തന്നെയാണോ അങ്ങോട്ട് കൂട്ടിയത് നോക്കണം. 115ൻ്റെ ഇരട്ടിയല്ലേ 230. അപ്പോൾ അതെന്നെയാണോ കൂട്ടിയത് നോക്കാൻ. 200നോട് 100 കൂട്ടിയാൽ 300, 30നോട് 15 കൂട്ടിയാൽ 45. അപ്പോൾ 115 വെച്ചിട്ടാണ് കൂട്ടിയിട്ടുള്ളത്. ഇനി 345ലേക്ക് 100 കൂട്ടുമ്പോൾ 400, 45ലേക്ക് 15 കൂട്ടുമ്പോൾ 60. ഇനി 400ലേക്ക് 100 കൂട്ടുമ്പോൾ 500, 60ലേക്ക് 15 കൂട്ടുമ്പോൾ 75. മക്കൾ മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവയിൽ 200 വീതം കൂടുന്ന പാറ്റേൺ ഏതാണ് നമ്മൾ 200 വീതം കൂട്ടിയത്? ബി ആണ് അല്ലേ? 25, 225 പിന്നെ 200 കൂട്ടിയപ്പോൾ 425. ആ ഒരു പാറ്റേൺ ഇവിടേക്ക് എടുത്തെഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മുത്തുമണി സ്കൂൾ സ്റ്റോർ ഗോട്ട് 847 rupees on the first day. The next day they got a 500 rupee and a 100 rupee note, 5 50 rupee notes and 2 rupee coin. അപ്പോൾ എന്താണ്? മുത്തുമണി സ്റ്റോറിൽ ഒന്നാം ദിവസം 847 രൂപ കിട്ടി. രണ്ടാം ദിവസമോ അവർക്ക് 500ൻ്റെയും 100ൻ്റെയും ഓരോ നോട്ടുകളും 50ൻ്റെ 5 നോട്ടുകളും 2 രൂപയുടെ 2 നാണയങ്ങളുമാണ് കിട്ടിയത്. അപ്പം ഏത് ദിവസമാണ് കൂടുതൽ കിട്ടിയത്? ആദ്യം ഊഹ എഴുതുക, എന്നിട്ട് ക്രിയ എഴുതുക. ഊഹം മക്കളെ ഊഹ എഴുതുക കേട്ടോ. ഒന്നാം ദിവസമോ രണ്ടാം ദിവസമോ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ അങ്ങനെ എഴുതുക. എന്നിട്ട് നമുക്ക് ക്രിയ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ഒന്നാം ദിവസം 847 ആണല്ലോ. ഇനി രണ്ടാം ദിവസത്താണല്ലേ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ രണ്ടാം ദിവസം അവർക്ക് 500ൻ്റെയും 100ൻ്റെയും ഓരോ നോട്ടുകളാണ്. അപ്പോൾ എത്രയായി? 600 ആയി അല്ലേ? 500ൻ്റെ 1ഉം 100ൻ്റെ 1ഉം. അപ്പോൾ 600 ആണ്. പിന്നെ 50ൻ്റെ 5 നോട്ടുകൾ എന്ന് പറഞ്ഞാൽ എത്രയായി? 50, 100, 150, 200, 250 ആയില്ലേ? അപ്പോൾ 600ഉം 250ഉം എത്രയാണ്? 850 ആയി. പിന്നെയോ 2 രൂപയുടെ 2 നാണയങ്ങൾ. അപ്പോൾ 854 ആണ്. അപ്പോൾ ഏത് ദിവസമാണ് കൂടുതൽ കിട്ടിയത്? രണ്ടാം ദിവസമാണ് അല്ലേ? ഫസ്റ്റ് ഡേ 847 ആണ്. രണ്ടാം ദിവസം 854 ആണ്. അപ്പോൾ രണ്ടാം ദിവസം അല്ലേ? പിന്നെ 2 ദിവസവും കൂടി ആകെ എത്ര രൂപ കിട്ടി?
ഊഹം അതിൻ്റെ നടുവിൽ എഴുതുക. ഏതിനും ഇടയിലായിരിക്കും അവിടെ എഴുതുക. നമുക്കിനി കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം അല്ലേ. 847 പ്ലസ് 854 847 പ്ലസ് 854 എത്രയാണ് ആൻസർ? 1701 ആണ് അല്ലേ. 1701 ഇനി താഴെ തന്നിരിക്കുന്ന ക്രിയകളിൽ ഏതിൻ്റെ ഉത്തരമാണ് 846, അതായത് 846? അതിന് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം ചെയ്ത് നോക്കണം അല്ലേ. എന്നാലും നമുക്കൊന്നിങ്ങനെ മനക്കണക്കായിട്ട് ചെയ്ത് നോക്കിയാലോ. വൺസിൻ്റെ സ്ഥാനത്തുള്ളത് എ നമുക്ക് ചെയ്ത് നോക്കാം. വൺസിൻ്റെ സ്ഥാനത്ത് 4ഉം 2ഉം, അപ്പോൾ 6 ആണ്. അപ്പോൾ 846 6 കണക്കാണ്. പിന്നെ 2ഉം 1ഉം 3 അല്ലേ, അപ്പോൾ ഇവിടെ 4 ഉണ്ട്, അപ്പോൾ അത് എ അല്ല. പിന്നെ ബി ആണെങ്കിലോ 7ഉം 9ഉം 16 ആണ് വരുന്നത്, അപ്പോൾ 6 ആണ് ഫസ്റ്റ്. പിന്നെ 2ഉം 1ഉം 3 ആണ്. 16ൻ്റെ ഒരു 1ഉം കൂടെ ആകുമ്പോൾ 4 ആണ് അല്ലേ. പിന്നെയോ പിന്നെ ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്തുള്ള 5ഉം 2ഉം കൂട്ടുമ്പോൾ 7 ആണല്ലേ, അപ്പോൾ അതും അല്ല, ബിയും അല്ല, എയും അല്ല. പിന്നെ സി നോക്കുകയാണെങ്കിൽ 6ഉം 0ഉം 6 ആണ്. പിന്നെ 4ഉം 0ഉം 4 ആണ്, അപ്പോൾ അത് 2 1സും 10സും ശരി. പിന്നെ 5ഉം 4ഉം 9 ആണ്, അപ്പോൾ അതും അല്ല അല്ലേ. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ ഡി നോക്കാം. 9ഉം 7ഉം 16 ആണ്, അപ്പോൾ ബാക്കി 1 വരും. 1ഉം 2ഉം 3, ബാക്കിയുള്ള 1ഉം കൂട്ടുമ്പോൾ 4. പിന്നെ 5ഉം 3ഉം 8, അപ്പോൾ ഏതാണ് ശരി? 846 കിട്ടുന്നത് ഓപ്ഷൻ ഡി. ഈ പാഠത്തിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5ാമത്തതാണ്. മനക്കണക്കായിട്ട് ഉത്തരം എഴുതണം. കണക്കാക്കിയ രീതി പറയാം. എന്നിട്ടോ നമ്മൾ നോക്കാം. 550ഉം 450ഉം ആണ്. അപ്പോൾ എത്രയാണ്? 500ഉം 400ഉം 900 ആണ്. പിന്നെ 2 50 100 ആണല്ലോ, അപ്പോൾ 900ഉം 100ഉം എത്രയാണ്? 1000. അടുത്ത ക്വസ്റ്റ്യൻ 730ഉം 520ഉം. അപ്പോൾ എത്രയാണ്? 700ഉം 500ഉം എത്രയാണ്? 1200 ആണ് അല്ലേ. പിന്നെയോ 30ഉം 20ഉം എത്രയാണ്? 50ഉം, അപ്പോൾ 1250. അടുത്തത് 436ഉം 324. അപ്പോൾ 400ഉം 200ഉം എത്രയാണ്? അല്ല 300ഉം എത്രയാണ്? 700 ആണ്. ഇനി 36ഉം 24ഉം എത്രയാണ്? 36ലേക്ക് 4 കൂട്ടുമ്പോൾ 40, പിന്നെ 20ഉം കൂട്ടുമ്പോൾ 60 അല്ലേ. അപ്പോൾ എത്രയാണ്? 760 ആണ്. അടുത്തത് 675ഉം 425ഉം ആണ് അല്ലേ. അപ്പോൾ എന്താണ്? 600ഉം 400ഉം എത്രയാണ്? 1000 ആയി. പിന്നെ 75ഉം 25ഉം 100 ആയി, അപ്പോൾ 1100. നെക്സ്റ്റ് 890 പ്ലസ് 460. അപ്പോൾ 800ഉം 400, 8ഉം 4ഉം 12, അപ്പോൾ 12 എഴുതുക അല്ലേ. 12 എഴുതുക. പിന്നെ 90 60 എത്രയാണ്? 150 ആണ്. അപ്പോൾ എന്താണ്? 1200നോട് 150 കൂട്ടുമ്പോൾ 1350. ഇനി ലാസ്റ്റ് 253 പ്ലസ് 147. അപ്പോൾ എന്താണ്? വൺസിൻ്റെ സ്ഥാനത്തുള്ള 7ഉം 3ഉം എത്രയാണ്? 10. പിന്നെ 5, അതിന് 0 ഇടുക, ബാക്കി 1 അല്ലേ. 5ഉം 4ഉം 9, അതിലേക്ക് ആ 1 കൂട്ടിയാൽ വീണ്ടും 10, അപ്പോൾ 2 0 ആയി തുഞ്ചത്ത്. പിന്നെ ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്ത് 2ഉം 1ഉം 3 ആണ്. പിന്നെ ബാക്കി വരുന്ന 1ഉം 4, അപ്പോൾ 400 ആണല്ലേ ഉത്തരം. അതല്ല, ഹൺഡ്രഡ്സ് 200ഉം 100ഉം എത്രയാണ്? 300. 53ഉം 47ഉം 100, അപ്പോൾ 300 പ്ലസ് 100 400. അപ്പോൾ മക്കൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. ഏത് സമയത്തും റിപ്ലൈ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. വേറെ ക്ലാസ്സുകൾ ഏതെങ്കിലും വേണമെങ്കിൽ ക്ലാസ് 3 ആണെങ്കിൽ ക്ലാസ് 3, എന്നിട്ട് സബ്ജക്റ്റ് പ്ലേലിസ്റ്റ് പോയി അടിച്ചാൽ ആ ഒരു ക്ലാസ്സിൽ ആ ഒരു സബ്ജക്റ്റിലിട്ട എല്ലാ വിഷയങ്ങളും വരുന്നതാണ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ വേറെ ക്ലാസ്സിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ക്ലാസ് അടിക്കുക. എന്നിട്ട് അതിന് ശേഷം ഏത് സബ്ജക്റ്റാണോ വേണ്ടതെന്ന് അടിക്കുക പ്ലേലിസ്റ്റിൽ. പ്ലേലിസ്റ്റ് എവിടെ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ കയറുക, വീഡിയോസ് ഷോർട്സ് എന്നുള്ള ആ ഒരു നിരയിൽ ലാസ്റ്റ് പ്ലേലിസ്റ്റ് ഉണ്ടാവും, അതിൽ നോക്കിയാൽ മതിയേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സുമായിട്ട് വരാം.